16 കോടി രൂപ വിലമതിക്കുന്ന ഒരു തിയേറ്റർ അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒരു തിയേറ്റർ തുടങ്ങാൻ എത്ര രൂപ ചിലവാകും എന്ന് നിങ്ങൾ പല സമയത്തായിട്ട് പല ആൾക്കാരും നമ്മുടെ കമന്റ് സെക്ഷനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ 16 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്ററിന്റെ റിനോവേഷൻ വർക്ക് പോലും നടത്താൻ പറ്റില്ല എന്നുള്ള സത്യം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പഴയ തിയേറ്ററിന്റെ പുതിയ അപ്ഡേറ്റ് ആണ്. ഇത്രയധികം പൈസ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു തിയേറ്റർ, അതായത് ഏതാണ്ട് 2 വർഷക്കാലമായിട്ട് ഈ ഒരു തിയേറ്റർ അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഇത്രയധികം പണം മുടക്കി റെനോവേഷൻ നടത്തുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇത്രയധികം കാലതാമസമൊക്കെ ഉണ്ടാവുമല്ലോ. വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ചില സമയത്തൊക്കെ ചില പുതിയ തിയേറ്ററുകളൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ തുറക്കും, പുതിയ തിയേറ്ററുകളൊക്കെ തുറന്നു വരും. പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ റെനോവേഷന് വേണ്ടിയിട്ട് മാത്രം 2 വർഷം തിയേറ്റർ അടച്ചിട്ടിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ തിയേറ്റർ തുറക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാര്യം ഇത്രയധികം പണം മുടക്കുന്നുണ്ട്, ഇത്രയധികം കാലയളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായ തിരിച്ചുവരവായിരിക്കും ഈ ഒരു തിയേറ്ററിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഈ ഒരു തിയേറ്റർ നിറവേറ്റിയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അങ്ങ് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ സ്വന്തം ഗവൺമെൻറ് തിയേറ്റർ കൈരളി ശ്രീ തിയേറ്റർ. അപ്പോൾ ഈ തിയേറ്ററിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഗവൺമെൻറ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ചാർജ് വളരെയധികം കുറവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടിക്കറ്റ് ചാർജിൽ ഏറ്റവും മികച്ച ദൃശ്യ അനുഭവം കിട്ടുന്ന ഒരു തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താ പുളിയോ? അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവം തരുന്ന വേറൊരു തിയേറ്റർ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു സത്യം ഞാനിവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ. കാര്യം 16 കോടി ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ പണ്ട് ഏതോ ഒരു സമയത്ത് ഈ നമ്മുടെ പുതിയ ഗവൺമെൻറ് തിയേറ്ററുകൾ നമ്മുടെ കേരളത്തിൽ തുറക്കുന്ന വാർത്തകളൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ തിയേറ്ററുകളൊക്കെ, അതായത് പുതിയ തിയേറ്ററുകൾ നിർമ്മിക്കാൻ എടുക്കുന്ന ഒരു ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 കോടി തൊട്ട് 15 കോടി രൂപ വരെയൊക്കെയാണ് അന്ന് ആ പത്രത്തിലൊക്കെ കാണിച്ചത്. അത് ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആവും, ചിലപ്പോൾ എൻ്റെ ഓർമ്മയുടെ പിശകായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റേഞ്ചിലൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ പുതിയ തിയേറ്റർ നിർമ്മിക്കാൻ 11 കോടി മതി, പക്ഷേ റെനോവേഷന് 16 കോടി വേണം എന്നുള്ളൊരു കാര്യമൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ അത്രയും മികച്ച ഒരു എന്താ പറയുക ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇനി മുമ്പോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 1st വീക്കാണ് ഈ ഒരു തിയേറ്റർ തുറന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു തിയേറ്ററിൽ കളിച്ചത്. അപ്പോൾ ആദ്യത്തെ ഷോ ഫ്രീ ആയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ക്രീനായിട്ടുള്ള കൈരളി സ്ക്രീനിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ സൈസ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അത്രയും വിശാലമായിട്ടുള്ള ഒരു ഹോൾ സൈസ് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൽ വന്നിരിക്കുന്നത്. ബാൽക്കണി ഉൾപ്പെടെ മൊത്തം 519 സീറ്റാണ് ഈ ഒരു സ്ക്രീനിനകത്ത് മാത്രം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 500 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രം വലിയൊരു ഹോളാണ് അതെന്ന് നമ്മൾ സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കേണ്ടതായിട്ട് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ ഒരു ഹോളാകുമ്പോൾ അത്രയും വലിയ ഒരു സ്ക്രീനും വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അക്കാര്യത്തിലും നമ്മുടെ ഈ ഒരു തിയേറ്റർ അധികൃതർ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല വലിയ ഹോളും വലിയ സ്ക്രീനുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഹാർക്കനസിൻ്റെ ഹൂഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹാർക്കനസ് ഹൂഗോ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 മാസം മുന്നേ ആയിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലേസർ പ്രൊജക്ഷനുമായിട്ട് ഏറ്റവും അധികം കോമ്പാറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രീനാണ് ഈ ഒരു ഹൂഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രൊജക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇവിടെയും 4K ലേസർ പ്രൊജക്ഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ബാർക്കോടെ RGB ലേസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് കിട്ടണം അല്ലേ? പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ? അതൊക്കെ നമുക്ക് പോകെ പറയാം. പിന്നെ പ്രൊജക്ഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എന്തായാലും സൗണ്ട് ഫോർമാറ്റിൻ്റെ കാര്യം പറയാതെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 36 ചാനൽ ഡോൾബി അറ്റ്മോസ് ആണ് ഈ ഒരു സ്ക്രീനിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ഡോൾബിയുടെ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഒരു സ്ക്രീനിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഡോൾബിയുടെ ലോഗോ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് സന്തോഷമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
പിന്നെ ഇവിടെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന തിയേറ്റർ ഇൻറ്റീരിയേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വാൾ ആർച്ച് ഷേപ്പിലുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടഭിപ്രായം വരും. അതായത് കുറച്ച് പേർക്ക് എന്തായാലും ഈ ഇത്രയും വലിയ ഹോളും ഈ ഒരു ഡിസൈനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷേ വേറെ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ എന്തുവാടെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നും തോന്നാനുള്ള സാധ്യതയുണ്ട്. കാര്യം കുറേ ആൾക്കാർക്ക് തിയേറ്ററിനകത്ത് ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തിയേറ്ററിനകത്ത് ഇൻറ്റീരിയർ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ ഇൻറ്റീരിയർ ആരാധകരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ലീഫിൻ്റെ ഷേപ്പിലുള്ള ഒരു കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും രണ്ടഭിപ്രായം വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ പൊതുവേ തിയേറ്ററിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഡാർക്ക് കളർ അങ്ങനത്തെ സാധനമൊന്നും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ ഗവൺമെൻറ് തിയേറ്ററുകളുടെ കാര്യം പറയുവാണെങ്കിൽ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ വളരെ നന്നായിട്ട് തന്നെ കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടുത്തെ ഒരു സീറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ഏതാണ്ട് അതേ അവസ്ഥയൊക്കെ തന്നെയാണ്. നല്ല കുഷനോട് കൂടിയ സീറ്റൊക്കെയാണ് ഈ ഒരു സ്ക്രീനിലും വന്നിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നെഞ്ചും വിരിച്ചങ്ങോട്ട് ഇരിക്കാനായിട്ട് ഈ ഗവൺമെൻറ് തിയേറ്ററുകൾ പറ്റാറില്ല എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ വീതി പൊതുവേ കോംപ്രമൈസ് ചെയ്യാറുണ്ട് എന്നുള്ളൊരു പരാതി ഉണ്ട് കേട്ടോ. പക്ഷെ അത് അത്ര വലിയ രീതിയിൽ അഫക്റ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നെഞ്ചു വിരിച്ച് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഇങ്ങനെ ഒതുങ്ങിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം. പക്ഷേ കംഫർട്ടബിൾ ആയിട്ട്, അതായത് ഈ സീറ്റിൻ്റെ കുഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു ബാർക്കോ 4K പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എടുത്തു നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം കൈരളി ശ്രീ തിയേറ്റർ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ തിയേറ്ററിന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ തിയേറ്ററിനെ വളരെയധികം പൊക്കിയടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നല്ല പ്രൊജക്ഷനും നല്ല സൗണ്ടും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ ഒരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു തിയേറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളുടെ അഭിപ്രായം, ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല, പല ആളുകളും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വാസ്തവം ഉണ്ടാകും എന്ന് ഞാനും ചെറുതായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ. ഇപ്പോഴേ ഈ ഫാമിലീസൊക്കെ ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ പ്രിഫർ ചെയ്യുന്നത് ചിലപ്പോൾ ബാൽക്കണി ആയിരിക്കും. കാര്യം മുകളിലാകുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണാം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാൽക്കണി ടിക്കറ്റൊക്കെ എടുത്ത് ഇവിടുത്തെ ബാൽക്കണി ടിക്കറ്റ് ചാർജ് എത്ര നിങ്ങൾക്കറിയാമോ? 175 രൂപയാണ് കേട്ടോ. അപ്പോൾ 175 രൂപ മുടക്കി നമ്മളൊരു പോപ്കോണൊക്കെ മേടിച്ച് നമ്മൾ ആ ബാൽക്കണിയിലെ ഫ്രണ്ട് റോ സീറ്റിലോട്ട് അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് മുമ്പിൽ കൂടെ ഒരു എന്താ പറയുക ഒരു റൗണ്ട് കമ്പിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാനലുമാണ്. അതായത് അവിടെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ സാധനമാണ് നമ്മൾ ഇരുന്ന് കാണുന്നത്. പോട്ടെ, ഫസ്റ്റ് റോ വിട്ട് നമ്മൾ സെക്കൻഡ് റോയിൽ ഇരുന്നാലും മൂന്നാമത്തെ റോയിലേക്ക് ഇരുന്നാലും നമുക്ക് ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഈ ഗ്ലാസ് പാനലും അതുപോലെ തന്നെ ഈ ഒരു റോഡും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ, അതായത് തിയേറ്ററിൻ്റെ ഏകദേശം കവർ ആവുന്ന രീതിയിൽ ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അരോചകമായിരിക്കും. ആ രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിമർശനം വന്നിട്ടുള്ളതാണ്. ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ ആൾക്കാർ തന്നെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നു അവസ്ഥ കേട്ടോ. എന്തായാലും തിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് റിമൂവ് ചെയ്യും എന്ന് പറയുമ്പോഴും നമുക്ക് ആ ഒരു ബാരിക്കേഡ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം സീറ്റ് ഹൈറ്റ് ആണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രശ്നം. അപ്പോൾ സീറ്റ് ഹൈറ്റ് കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഈ ഒരു ബാരിക്കേഡിന് പ്രശ്നം മാറ്റാൻ പറ്റൂ. കാര്യം ബാരിക്കേഡ് കൊടുത്തേ പറ്റൂ, കാര്യം ഓപ്പൺ ആക്കി ഇടാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇങ്ങനെ സ്ലോപ്പിൽ ബാൽക്കണി വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് ജമ്പാണ്. അപ്പോൾ ആ ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും കൊടുത്തേ പറ്റൂ. അപ്പോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അവർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇത്രയധികം പൈസ മുടക്കിയോ, അതായത് 16 കോടി രൂപ മുടക്കിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ആലോചിക്കുമ്പോഴാണ് എന്തായാലും അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി ബാൽക്കണിയൊക്കെ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമ്മുടെ ശ്രീ തിയേറ്ററിലേക്ക് വരുവാണെങ്കിൽ അവിടെ ഏതാണ്ട് 300 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പം 2 സ്ക്രീനോട് നോക്കുവാണെങ്കിൽ ഒരേ സമയം 800 മുകളിൽ ആൾക്കാരെ ഒരേ സമയം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന
2 സ്ക്രീനാണ്. അതിൽ തന്നെ കൈരളി സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ സ്ക്രീനാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം വലിയ സ്ക്രീനിൽ സിനിമ കാണുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടിക്കറ്റ് ചാർജും കുറവാണല്ലോ. ഇപ്പോൾ ഇവിടെ ടിക്കറ്റ് ചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴത്തെ സീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും 125 രൂപയുള്ളൂ. 125 രൂപയ്ക്ക് ബാർക്കോ ലേസർ പ്ലസ് ഡോൾബി അറ്റ്മോസിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഒരു പ്രൊജക്ഷനെയും സൗണ്ടിനെയും പറ്റി കാര്യമായിട്ട് അങ്ങോട്ട് പറയാത്തത് എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എററൊക്കെ ആയിരിക്കും. എന്തോ ധൃതി പിടിച്ച് തുറന്ന പോലെയാണ്. കാര്യം ഓൾറെഡി 2 വർഷം ഡിലേ ആയിരുന്നു. ഓക്കെ, എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഗംഭീരമായിട്ട് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടിക്കറ്റ് ചാർജ് പറഞ്ഞല്ലോ 125, 175, പിന്നെ കപ്പിൾ സീറ്റും ഉണ്ട്. കപ്പിൾ സീറ്റിന് 200 രൂപയാണ് ഇവർ ഈടാക്കുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഗവൺമെൻറ് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിംഗ് റൂം, ഗസ്റ്റ് റൂം, ലിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതിനുള്ള ചിലവുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ തിയേറ്ററിലും അങ്ങനെ ഫീഡിംഗ് റൂമും കാര്യങ്ങളും ഒന്നും അങ്ങനെ കൊടുക്കാറ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ് തിയേറ്ററിൽ കിട്ടുന്ന സൗകര്യങ്ങളാണ്. പിന്നെ 125 രൂപയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു തിയേറ്ററിന് ഉദ്ഘാടന സമയത്ത് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത് ഏതാണ്ട് 2030 പുതിയ 50 സ്ക്രീൻ തുറക്കും എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും തിയേറ്ററിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും.